അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് നാളുകൾ കൊണ്ട് നമ്മുടെ ഇല്ലാത്തത് തള്ളിവിടുന്ന ജബ്ബാർ ജബ്ബാർ ഖുർആൻ ക്ലാസ് എടുക്കുന്നു, സംവാദങ്ങൾ നടത്തുന്നു, യൂട്യൂബിൽ ഇസ്ലാമിനെ കുറിച്ച് വീഡിയോകൾ ഇടുന്നു. എങ്ങനെ പല കോലാഹലങ്ങളും നടത്തിക്കൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു. ഇസ്ലാമിനോട് വിമർശനങ്ങളോട് വിമർശനം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എത്രത്തോളം ആ മഹാത്മാവിനെ അപമാനിച്ച് സംസാരിക്കാമോ അതിൻ്റെ പരമോന്നത ഇദ്ദേഹം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും വിശുദ്ധ ഖുർആനെയും കുറിച്ച് ഇങ്ങനെ ഇല്ലാക്കഥകൾ പറയാനുള്ള തൊലിക്കെട്ടി യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾക്കൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്ന കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത്. കാരണം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു കഴമ്പും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അത് നമ്മൾ ഈ അയ്യൂബ് മൗലവിയുമായും എം എം അക്ബറുമായിട്ടൊക്കെ സംവാദത്തിന് ചെന്നപ്പം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. കേരളം മുഴുവൻ കണ്ടതാണ്. ഇദ്ദേഹത്തിന് അറബ് വായിക്കാനും അറിയില്ല. ഇദ്ദേഹത്തിന് അതിന്റെ വ്യാഖ്യാനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചാൽ അത് തത്തമ്മയെ പൂച്ച എന്ന് പറയുകയല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള യാതൊരു അറിവുമില്ല. ഇല്ലാത്തത് തള്ളിവിടുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇൻഷൽ EA എന്ന് വന്നത്. ഇല്ലാത്തത് അടിച്ചുവിടുന്ന പണിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം ഇദ്ദേഹം പറയുന്ന വാദങ്ങൾ നമ്മളൊന്ന് കേൾക്കുകയാണെങ്കിൽ ഇത് നോക്ക്. അദ്ദേഹം പറയുന്നത് ഖുർആനിലെ മുത്തശാബിഹ് ആയ വചനങ്ങൾ എന്നത് എന്തിനാണ് മനുഷ്യർക്ക് ജീവിതം പഠിപ്പിക്കാൻ കൊടുത്തയച്ച കാറ്റലോഗിൽ മുത്തശാബിഹായ വചനങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യം ഞാൻ അവിടെ ഉന്നയിച്ചിരുന്നു. മുത്തശാബിഹായ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും മനസ്സിലാവാത്തതും അള്ളാഹുവിന് മാത്രം അതിൻ്റെ പൊരുൾ അറിയുന്നതുമായ വചനങ്ങൾ എന്നാണ് ഖുർആൻ തന്നെ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എന്തിനാണ് മനുഷ്യർക്ക് കൊടുത്തയച്ച കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ് ഞാൻ അവിടെ ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ കൃത്യമായ ഉത്തരവൊന്നും അവിടെ ലഭിച്ചില്ല എന്ന് നമുക്കറിയാം. എന്തായാലും ആ ഒരു വാചകം ഖുർആനിൽ അവതരിക്കാനിടയായ സാഹചര്യവും അതിൻ്റെ ചരിത്ര സന്ദർഭവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുഹമ്മദിൻ്റെ പ്രവാചക ദൗത്യവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച മൂന്നാമത്തെ അതിഭീമമായ ഒരു പരാജയത്തിൻ്റെ മുന്നിലാണ്. ആ പരാജയത്തിൽ നിന്ന്, ജാള്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു കൊഞ്ഞനം കുത്തൽ മാത്രമായിരുന്നു ആ വാചകം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മുത്തശാബിഹിൻ്റെ ആയത്ത്. അങ്ങനെയാണ് ഈ ഒരു മണ്ടത്തരം ഖുർആനിൽ വന്നത്. ഈ മണ്ടത്തരം ഖുർആനിൽ വന്ന് പെട്ടതുകൊണ്ട് ഖുർആൻ മൊത്തം പൊളിഞ്ഞു എന്നുള്ളതാണ്, ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. വിശുദ്ധ ഖുർആനിൽ മുത്തശാബിഹാത്തും മുഹക്കമാത്തും ഉണ്ട്. മുത്തശാബിഹാത്തായ വചനങ്ങൾ ആർക്കും തന്നെ മനസ്സിലാകാത്തതാണ്. അള്ളാഹുവിന് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെയുള്ള വചനങ്ങൾ ഉള്ളത് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് മുത്തശാബിഹാത്ത് എന്ന് ഇദ്ദേഹം ഏതോ അയ്യൂബ് മൗലവിയുമായിട്ട് സംസാരിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ് അത് ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കളവ് പറയുന്നവനിക്ക് എന്തും പറയാം. ഇവിടെ എവിടെയാണ് ഖുർആനിൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നത്? ഒയ്ബായ കാര്യത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്കും അള്ളാഹു അറിവ് നൽകിയവർക്കും അല്ലാതെ, അത് പ്രവാചകന്മാർക്ക് അള്ളാഹു ഒയ്ബായ അറിവുകൾ അറിയിച്ചു കൊടുക്കും, അവർക്കും അല്ലാതെ ആ കാര്യത്തെക്കുറിച്ച് അറിയുകയില്ല. എന്നാൽ ഇവിടെ മുത്തശാബിഹാത്ത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. മുത്തശാബിഹാത്ത് എന്ന് പറയുന്നത് പരസ്പര സാദൃശ്യമുള്ള വചനങ്ങൾ എന്നാണ്. അവ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്പമെങ്കിലും വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠനം നടത്തി ആർക്കും പറയാവുന്ന ഒരു മറുപടിയായത്. അതായത് ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ ഞങ്ങളെ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തണേ. ആരാണ് അനുഗ്രഹിച്ചവരുടെ മാർഗം? ഈ ഭാഗത്ത് ഈ സൂറ ഫാത്തിഹയിൽ അത് വ്യക്തമാകുന്നില്ല.
അപ്പോൾ നമ്മൾ പരസ്പര സാദൃശ്യമുണ്ടെങ്കിൽ മറ്റു പല സ്ഥലത്തും ഇതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തും കാണാൻ സാധിക്കും. വമൻ യുതില്ലാഹ വറസൂലഹു ഫൗലൈക അന്നമല്ലാഹു അലൈഹിം. അല്ലാഹുവിനെയും ഈ ദൈവദൂതനെയും പരിപൂർണമായി അനുധാവനം ചെയ്യുന്നുവോ അവരെ അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. അത്തരം ആളുകളെ അള്ളാഹു അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തണേ എന്നൊരു സ്ഥലത്ത് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അനുഗ്രഹിച്ചവർ എന്ന് പറയുന്നത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പരിപൂർണമായി അനുധാവനം ചെയ്തതിലൂടെ മാത്രമേ അള്ളാഹു അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ഇതാണ് പരസ്പരം സാദൃശ്യം എന്ന് പറയുന്നത്. ഇതാണ് മുത്തശാബിഹാത്ത് എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ കാര്യത്തെക്കുറിച്ചും ഇതുപോലെ ചില സ്ഥലത്ത് വാചികമായി ചില സ്ഥലത്ത് സൂചികമായി പറയുന്ന കാര്യങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇപ്പൊ അലിഫ് ലാം മീം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അലിഫ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, മീം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് വിശുദ്ധ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് അത് മനസ്സിലാകും. അത് ഈ ജബ്ബാറിന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇവിടെ വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ അള്ളാഹു ഇതിന്റെ രചയിതാവ് ഞാനാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇതേപോലെ തന്നെ നമ്മുടെ പേരുകൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നത് പോലെ, ഇപ്പൊ KSRTC എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ, BSNL എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിനും ഇതേപോലെ ഷോർട്ടായി പറയുന്ന സ്വഭാവങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. യാസീൻ, അലിഫ് ലാം റാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അലിഫ് ലാം മീം, അലിഫ് എന്തിനെ സൂചിപ്പിക്കുന്നു? അന എന്നതിനെ സൂചിപ്പിക്കും. അന എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം. ലാം എന്നതിന് എന്തിനെ സൂചിപ്പിക്കുന്നു? അള്ളാഹു എന്നതിനെ സൂചിപ്പിക്കുന്നു. മീം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൽമിനെ സൂചിപ്പിക്കുന്നു. അലിഫ് ലാം മീം, ഞാൻ അള്ളാഹുവാണ്, എല്ലാം അറിയുന്നവനാണ്. അപ്പൊ എല്ലാം അറിയുന്നവന്റെ ഒരു വചനമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അവന്റെ അറിവിൽപ്പെടാത്ത ഒരു കാര്യവുമല്ല, എല്ലാം അറിയുന്ന ഒരുത്തനാണ് ഇതിന്റെ രചയിതാവ്, എന്റെ വചനമാണ് ഇത് എന്ന് അള്ളാഹ് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ജബ്ബാറിന് മനസ്സിലാകാത്തത് കൊണ്ട് ജബ്ബാർ പറയുകയാണ് അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ത് പരാജയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് സംഭവിച്ചിട്ടുള്ളത്? ഇദ്ദേഹം പറയുന്ന ഈ മുത്തശാബിഹാത്ത് ഇനി അള്ളാഹ്ക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നിരിക്കട്ടെ. എന്നാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനും ആ ഖുർആനിലേക്ക് ജനങ്ങളെ നയിക്കുകയും ചെയ്ത കാര്യത്തിൽ എന്ത് പരാജയമാണ് ആ കാലഘട്ടത്തിൽ ആ പുണ്യാത്മാവ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് ഇദ്ദേഹം പറയുന്നില്ല. പരാജയം സംഭവിച്ചു. അതാണ് പറഞ്ഞത് ഈ ജബ്ബാർ എന്ന് പറയുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. ഇല്ലാത്തത് അടിച്ചു വിടുന്ന ജബ്ബാർ. ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ അറേബ്യയിലുള്ള ജനങ്ങളെ മുഴുവനും അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അവിടെ 99% ആളുകളും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞു, ഈ ഖുർആനിൽ വിശ്വസിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ബദ്ധ ശത്രുക്കളെ പോലും ഇത് വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇതിനെതിരെ ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത യുദ്ധങ്ങൾ നയിച്ച ആളുകൾ പോലും അവസാനം ഇത് ശരിയാണ് എന്നും ഇതിന്റെ സംരക്ഷകരായി മാറുകയും ചെയ്തു. അത്ര വരെ ചെയ്യാൻ ലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പോലെ ലോകത്ത് ഒരു പരിഷ്കർത്താവിനെ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുകയില്ല. വലിയ ഡോക്ടർമാർ ഇത് സ്വീകരിച്ചു, വലിയ സമ്പന്നന്മാർ സ്വീകരിച്ചു, രാജാക്കന്മാർ സ്വീകരിച്ചു, പ്രജകൾ സ്വീകരിച്ചു, അടിമകൾ സ്വീകരിച്ചു, വലിയ ചിന്തകന്മാർ സ്വീകരിച്ചു, കവികൾ സ്വീകരിച്ചു. പിന്നെ എന്ത് പരാജയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് സംഭവിച്ചത്? ഈ ജബ്ബാർ അതും പറയും, അതിൻ്റെ അപ്പുറവും പറയും. ആലു ഇമ്രാൻ എന്ന തലക്കെട്ട് പോലും മുഹമ്മദിൻ്റെ ഈ പരാജയത്തിൽ നിന്ന് ജാള്യത മറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പിൻ്റെ അടയാളമാണ്. മുഹമ്മദ്
ബ്രഹ്മാണ്ഡ പരാജയം നേരിട്ടു എന്നതിൻ്റെ കൃത്യമായ അടയാളമായിട്ടാണ് ഖുർആനിൽ ആലു ഇമ്രാൻ എന്ന പേര് പോലും ഒരു അധ്യായത്തിന് വരുന്നത്. ആ പേരൊന്നും മുഹമ്മദ് കൊടുത്തതല്ല, ഖുർആൻ ക്രോഡീകരിച്ച ആളുകൾ ബോധപൂർവം കൊടുത്തതാവാനാണ് സാധ്യത. എന്തൊക്കെയാണ് ജബ്ബാർ വിളിച്ചു പറയുന്നത്? ആലു ഇമ്രാൻ എന്ന് പറയുന്ന അധ്യായം തന്നെ അതിന് പേരിട്ടത് മുഹമ്മദ് നബി അല്ല, അത് ക്രോഡീകരിച്ചവരാണ് പിന്നെ അതിന് പേരിട്ടത്. ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്, ആണ് എന്ന് പറയുന്നില്ല. എങ്ങനെയായാലും ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ല എന്നൊന്ന് വരുത്തി തീർക്കണം. എന്നാൽ ആരാണെന്ന് പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം അല്ലായിരിക്കാം എന്നുള്ളത് മറ്റൊരായിരിക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞ പേര് ഖുർആന് നൽകിയത് ഇമ്രാന്റെ കുടുംബം എന്നാണ്. ആ അധ്യായം മൊത്തം ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായത്തിന് അതുമായി ബന്ധപ്പെട്ട പേര് നൽകണം എന്നുള്ള ഒരു അറിവ് പോലും ഈ എ ജബ്ബാറിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ എ ജബ്ബാറായത്. ഇല്ലാത്തത് തള്ളിവിടുന്ന ജബ്ബാറായി ആവാൻ കാരണം അത് തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വഹിയായി ഇറങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പിന്നീട് അവതരിക്കുകയാണെങ്കിൽ അത് അടുത്ത അധ്യായമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ അധ്യായം ഇന്ന അധ്യായമാണ് എന്ന് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അത് ഇന്നടത്ത് രേഖപ്പെടുത്തണം, ഇന്നതുപോലെ രേഖപ്പെടുത്തണം എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എഴുതാൻ കൽപ്പിച്ചിരുന്ന ആളുകളോട് ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തെക്കുറിച്ചൊന്നും ഇ എ ജബ്ബാറിന് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇ എ ജബ്ബാറായി മാറിയത്. ഇനി അടുത്തത് അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ആരാധിക്കുക, അതാണ് തൗഹീദ്. ഈ തൗഹീദ് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മക്കയിൽ തന്റെ ദൗത്യം ആരംഭിച്ചതും അവസാനം അള്ളാഹു എന്ന സുപ്രീം ദൈവത്തിന്റെ ദൂതനാണ് താൻ എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ മുഹമ്മദ് അവിടെ പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ കാരണം വളരെ ബുദ്ധിപൂർവവും സമർത്ഥമായിട്ടും മക്കയിലെ ആളുകൾ മുഹമ്മദിനെ ആശയപരമായി മുട്ടുകുത്തിച്ചു എന്ന് തന്നെയാണ്. കാരണം ആ കാലത്ത് ഇന്നത്തെ യുക്തിവാദികൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ മുഹമ്മദിനോട് കൃത്യമായ തെളിവുകൾ ചോദിച്ചുകൊണ്ട് അവർ തന്നെ തെളിയിക്കാനുള്ള മാർഗങ്ങൾ, വളരെ യുക്തിസഹമായിട്ടുള്ള പരീക്ഷണങ്ങൾ മുഹമ്മദിന് മുമ്പിൽ വെക്കുകയുണ്ടായി. മുഹമ്മദ് ആ പരീക്ഷണത്തിനൊന്നും തയ്യാറാവാതെ അവിടുന്ന് അവസാനം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഒരുപാട് തെളിവുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പിൽ വെച്ചു. അതിലൊക്കെ പരാജയപ്പെട്ട് അതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ അവിടുന്നൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇസ്ലാമിന്റെ ചരിത്രം അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രം മുസ്ലിങ്ങൾ മാത്രമല്ല എഴുതിയിട്ടുള്ളത്. മുസ്ലിങ്ങളല്ലാത്ത പല ചരിത്രകാരന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ആരുടെ ചരിത്രത്തിലും ഇദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുന്ന് മറുപടി പറയാൻ കഴിയാതെ ഒളിച്ചു, കുറെ തെളിവുകൾ അവർ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ചരിത്രം എഴുതിയ ആരും തന്നെ ലോകത്തിലില്ല. മറ്റൊരു കാര്യം, അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ മുട്ടുകുത്തിച്ച ചോദ്യങ്ങൾ അവിടെ ഖുറൈശികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ചോദ്യം എടുത്തുകൊണ്ട് മുസ്ലിങ്ങളോട് ഇ എ ജബ്ബാറിന് ചോദിച്ചാൽ പോരെ? എന്തിനാണ് ഇ എ ജബ്ബാർ ഇത്രയും കഷ്ടപ്പെടുന്നത്? ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലെ മുഹമ്മദ് നബിക്ക് മറുപടി പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പിന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾ മറുപടി പറയുമോ? എന്നാൽ ഞാൻ വിനയപൂർവ്വം ഇ എ ജബ്ബാറിനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും അതിൽ നിന്ന് ഉണ്ടെങ്കിൽ താങ്കൾ എനിക്ക് അയച്ചതാ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കു. താങ്കൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വേണ്ടി താങ്കൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു തരാം എന്ന് ഞാൻ താങ്കളോട് വാക്ക് പറയുകയാണ്. അപ്പോൾ വെറും
ജബ്ബാർ ആവാതെ കുറച്ചൊക്കെ മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഇനി അടുത്ത താങ്കളുടെ പല്ലവി എന്താണ്, അതുകൂടെ നമുക്ക് കേൾക്കാം. മുഹമ്മദിനോട് അവരാവശ്യപ്പെട്ടത് അള്ളാഹു മാത്രമാണ് ദൈവമെങ്കിൽ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത് അങ്ങേയറ്റം പാപമാണെങ്കിൽ നമുക്കത് പരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാം. ഞങ്ങളെല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറാകാം. പകരം കുറച്ചു കാലം അങ്ങനെ ആരാധിച്ചതിന് ശേഷം അത്രയും കാലം ലാത്തയും ഉസയും മനാത്തയും ഉൾപ്പെടെ അള്ളാഹു ഉൾപ്പെടെ നമ്മൾ പാരമ്പര്യമായി ആരാധിക്കുന്നവരെ കൂടി ആരാധിച്ച് നോക്കാം. എന്നിട്ട് അതിൽ ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത് എന്ന് പരീക്ഷിക്കാം എന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം. ആ പരീക്ഷണത്തിന് മുഹമ്മദ് തയ്യാറായില്ല. അവിടെ ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞ് തെറ്റിപ്പോവുകയാണ് മുഹമ്മദ് ചെയ്തത്. മാത്രമല്ല മുഹമ്മദ് അവരെ ശിക്ഷ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പഴയ പൂർവിക പ്രവാചകന്മാരുടെ കാലത്ത് ഇതുപോലെ ധിക്കരിച്ചവരെയൊക്കെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ മുഹമ്മദിൻ്റെ മുമ്പിൽ മുബാഹലക്ക് തയ്യാറായി. മുബാഹല എന്ന് പറഞ്ഞാൽ ശാപപ്രാർത്ഥന. നേരിട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച് മുഹമ്മദിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അള്ളാഹു എന്ന ദൈവത്തെ മാത്രം വിളിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കുകയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. ശാപപ്രാർത്ഥന നടത്തി. സ്വയം ശാപപ്രാർത്ഥന നടത്തുന്നതിനാണ് മുബാഹല എന്ന് പറയുക. ആ ശാപപ്രാർത്ഥനയ്ക്കും അവിടുന്ന് ഉത്തരവൊന്നും കിട്ടിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പിൽ കുറെ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ട് അതൊക്കെ നിരസിച്ചല്ലോ. പിന്നീട് അവർ പറഞ്ഞു, എന്നാ കുറച്ചൊരു കാര്യം ചെയ്യാം, കുറച്ചു കാലം ലാത്തയും ഉസ്സയും മനാത്തയൊക്കെ ആരാധിക്കാം, കുറച്ചു കാലം നിങ്ങളുടെ അള്ളാഹുവിനെ ആരാധിക്കാം. അതൊന്നും ശരിയാവില്ല, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള വലിയാണ് ചെയ്തത്. എന്താണ് സംഭവം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ പ്രവാചകവാദത്തിന്റെ കാലഘട്ടത്തിൽ മക്ക നിവാസികൾ ആദ്യം ഇതിനെ തമാശയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തമാശയിലൊന്നും ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് ഇതിനെതിരെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ പറയാൻ തുടങ്ങി. അവിടെ കൊണ്ടും ഇത് അവസാനിക്കുന്നില്ല. ഇതിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവർ കണ്ടപ്പം ഇത് അങ്ങനെയൊന്നും തടഞ്ഞാൽ പോരാ, അവസാനം ഇതിന് കവിതകളൊക്കെ എഴുതി ഇതിന് മറുപടി പറയാൻ തുടങ്ങി. അതൊന്നും ഇതിന് യേശുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവസാനം അവർ കർശനമായ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു സംഭവമാണ്, ഒരു സന്ധിക്ക് നമുക്കൊരു കമ്മ്യൂണിക്കേഷനിൽ അങ്ങ് പോവാം. അതായത് കുറച്ചു കാലം ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുക, കുറച്ചു കാലം നിങ്ങളുടെ ഞങ്ങളും ആരാധിക്കുക, അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായില്ല. അതിനു മുമ്പ് പ്രലോഭനങ്ങൾ പിന്നെ കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന് ഏത് സുന്ദരിയെ വേണമെങ്കിലും കെട്ടിച്ചു കൊടുക്കാം, എത്ര സമ്പത്ത് വേണമെങ്കിലും കൊടുക്കാം, ഏത് അധികാരം വേണമെങ്കിലും നൽകാം, ഇതെല്ലാം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കുറച്ചു കാലം നിങ്ങൾ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുക, കാരണം ഒരു രാജ്യത്ത് വേറെ പ്രശ്നം ഉണ്ടാകേണ്ട, അങ്ങനെ ഒരു സന്ധിയായിട്ട് പോകാം എന്നുള്ളത് പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിൻ്റെ തൗഹീദ് ഭൂമിയിൽ പ്രചരിപ്പിക്കാൻ വന്ന ആളാണ്. അത് ലോക ജനതയെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വന്ന ആളാണ്. ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ സന്ധി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ആരുടെ എന്തെങ്കിലും സമ്പത്ത് സ്വരുക്കൂട്ടാനോ വന്ന ആളായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതായത് ഒരു കാരണവശാലും ആരാധനാ കാര്യങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നതല്ല. കുല്യ അയ്യുവൽ കാഫിറൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കുന്നവരല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഇനി വല അൻതും ആബിദുന മാ അഅ്ബുദു വല അനാബിദും മാ അഅ്ബദും വല അൻതും ആബിദുന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇതാണ് ആയത്ത്. ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല, നിങ്ങൾ ആരാധിക്കുന്നവരെ ഞങ്ങളും ആരാധിക്കുന്നവരല്ല, നിങ്ങൾ ആരാധിക്കുന്നവരെ ഞങ്ങളൊട്ട് ആരാധിക്കാൻ പോകുന്നവരുമല്ല, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, അതായത് നിങ്ങളുടെ മതം അനുസരിച്ച് നിങ്ങൾ ആരാധിക്കുകയോ പ്രബോധിക്കുകയോ കൂട്ടം കൂടുകയോ ഒക്കെ ചെയ്തു കൊള്ളുക. ഇതേപോലെ ഞങ്ങളും ഞങ്ങളുടെ മതം അനുസരിച്ച് ആരാധിക്കുകയും പ്രവർത്തിക്കുകയും പ്രബോധിക്കുകയും കൂട്ടം കൂടുകയും ഒക്കെ ചെയ്തു കൊള്ളാം. ആ നിലയിൽ മുമ്പോട്ട് പോകാം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിന് മറുപടി പറഞ്ഞത്. പിന്നെ മുബാഹലക്ക് ക്ഷണിച്ചു എന്ന്. മുബാഹലക്ക് ആരാ ക്ഷണിക്കുന്നത്? മുബാഹലക്ക് ആരാണ് ക്ഷണിച്ചത്? മുബാഹലക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യാനികളാണ്.
അത് ഇവരെ മുബാഹലക്ക് ക്ഷണിച്ചു എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെയാണ് ജബ്ബാർ വീണ്ടും പൊങ്ങി വരുന്നത്. ഇനി അടുത്തത് അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഇതെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞപ്പോൾ ഇതെല്ലാം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതാണ് സത്യമെന്നാണ് പിൽക്കാലം ആ ജനങ്ങൾ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, അങ്ങനെ അവരുടെ ദൈവം ജയിക്കുമെന്നൊരു വിശ്വാസം മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും അവർ ഇസ്ലാം മതം സ്വീകരിക്കുമായിരുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയല്ലേ. അവിടെയാണ് ജബ്ബാർ, ഇല്ലാത്തത് തള്ളിവിടുന്ന ജബ്ബാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനു മുമ്പ് മുഹമ്മദ് നേരിട്ട രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ജൂതന്മാരായിരുന്നു. അപ്പോൾ ജൂതന്മാർ തൻ്റെ കൂടെ വരുമെന്ന വലിയ പ്രതീക്ഷയിൽ മുഹമ്മദ് ആദ്യം ജൂതന്മാർക്ക് അനുകൂലമായി കുറേ വെളിപാടുകൾ ഇറക്കുകയും ജൂതന്മാരുടെ ദേവാലയത്തിൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുകയും ഒക്കെ ചെയ്തു പല ഉഡായിപ്പുകളും കാണിച്ചു. പക്ഷേ ജൂതന്മാർക്ക് മുഹമ്മദ് അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് വരാനിരിക്കുന്ന പ്രവാചകനാണ് എന്നതിന് തെളിവ് വേണമായിരുന്നു. ആ തെളിവ് കിട്ടാൻ വേണ്ടി ജൂതന്മാരും മുഹമ്മദിൻ്റെ മുമ്പിൽ പരീക്ഷണങ്ങൾ നടത്തി. ജൂതന്മാർ മുഹമ്മദിനെ പല ചോദ്യങ്ങളും കൊടുത്തയച്ചിട്ട് അതിൻ്റെ ഉത്തരം ആരാഞ്ഞു. മുഹമ്മദ് ആ ചോദ്യങ്ങൾ പോലും മനസ്സിലാവാതെ വെള്ളം കുടിച്ച് ഉത്തരം മുട്ടി അവരെയും കൊഞ്ഞനം കുത്തുക. ഇനി അടുത്തത് ജൂതന്മാരുമായിട്ടുള്ള പ്രശ്നമാണ്. ജൂതന്മാര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കുറെ ചോദ്യങ്ങൾ കൊടുത്തു വിട്ടു. ജൂതന്മാർ ഒരിക്കലും തൻ്റെ തൗറാത്തിൽ പറഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് അവർക്ക് ബോധ്യം വന്നിരുന്നില്ല. ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആരായിരുന്നു? ജബ്ബാറെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യഹൂദന്മാര് മദീനയിൽ വന്ന് താമസിക്കാനുണ്ടായ കാരണം തന്നെ ഞങ്ങൾക്കൊരു പ്രവാചകൻ അവതരിക്കാനുണ്ട്, ആ പ്രവാചകൻ ഈ അറേബ്യൻ നാട്ടിലായിരിക്കും അദ്ദേഹം അവതരിക്കുക എന്ന ഉറച്ച വിശ്വാസം അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചത് കൊണ്ടായിരുന്നു അവർ 2 ഗോത്രങ്ങൾ യഹൂദന്മാർ 3 ഗോത്രങ്ങൾ മദീനയിൽ വന്ന് പണ്ടുകാലം മുതൽ തന്നെ അവരവിടെ താമസിക്കാൻ തുടങ്ങിയത്. എന്നാൽ പിൽക്കാലത്ത് അവരുടെ ആ വിശ്വാസം ആവേശങ്ങളും ഒക്കെ കെട്ടടങ്ങിപ്പോയെങ്കിലും അവരിൽ നിന്ന് കേട്ട് പഠിച്ച മുശ്രിക്കുകളാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിശ്വസിക്കുന്നത്. പിന്നെ ഇദ്ദേഹം അവർ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ട് അതിനൊന്നും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. തൗറാത്തിൽ എന്താണ് തെളിവുള്ളത്? തൗറാത്തിലെ തെളിവ് മോശയോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, എൻ്റെ വചനം അവൻ്റെ നാവിന്മേലാക്കും. എൻ്റെ വചനത്തിലല്ലാതെ മറ്റു പല ദൈവങ്ങളുടെ നാമത്തിൽ അവൻ വിധി കൽപ്പിക്കപ്പെട്ടാൽ അവൻ കൊല ചെയ്യപ്പെടും. കുരിശിൽ കൊല ചെയ്യപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ അത്രേ. അപ്പോൾ ഇവിടെ മോശയോട് ദൈവം പറയുന്നു, നിന്നെ പോലെ ഒരു പ്രവാചകനെ, മോശയെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ആരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന്? ആ ജനതയുടെ സഹോദരന്മാർക്കിടയിൽ. ആ ജനത ആരാണ്? ഇസ്ഹാക്കിന്റെ വംശമാണ് ആ ജനത. ആ ഇസ്രായേലുകൾ എന്ന് പറയുന്നത് ഇസ്ഹാക്കിന്റെ വംശമാണ്. ആ ഇസ്ഹാക്കിന്റെ വംശത്തിന്റെ സഹോദര വംശം എന്ന് പറയുന്നത് ആരാണ്? ഇസ്മായേൽ വംശമാണ്. എബ്രഹാമിന്റെ 2 മക്കളാണ്, ഒന്ന് ഇസ്ഹാക്കും ഒന്ന് ഇസ്മായേലും. അപ്പോൾ ആ ജനതയുടെ സഹോദര വംശം എന്ന് പറയുന്നത് ഇസ്മായേൽ വംശമാണ്. അതാണ് അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത്, എൻ്റെ വചനം ഞാൻ അവന്റെ നാവിന്മേലാക്കും. അപ്പോൾ എൻ്റെ നാമത്തിലല്ലാതെ മറ്റു പല ദൈവങ്ങളുടെ നാമത്തിൽ അവൻ വിധി കൽപ്പിക്കപ്പെട്ടാൽ അവൻ കൊല ചെയ്യപ്പെടും. ഇവിടെ യേശു ആണ് എന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും പറയാൻ സാധിക്കില്ല. കാരണം യേശു കൊല ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ അങ്ങനെ യേശു കൊല ചെയ്യപ്പെട്ടത് കൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ദൈവനാമത്തിൽ സംസാരിച്ചവനല്ല, അന്യ ദൈവങ്ങളുടെ നാമത്തിലാണ് വിധി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം കള്ളവാദിയാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇവിടെ എൻ്റെ വചനം അവൻ്റെ നാവിന്മേലാക്കും. എന്താണ് എൻ്റെ വചനം നാവിന്മേലാക്കുന്ന? ആ ഒറ്റ കാര്യം എടുത്ത് പരിശോധിച്ചാൽ മതി.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇഖ്റഹ ബിസ്മി റബ്ബിക്കല്ലദീ ഹലക്ക്, നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ നീ വായിക്കുക. പിന്നീട് ആ പ്രവാചകത്വത്തിന്റെ തുടക്കം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മരണം വരെയും ഏതൊരു നല്ല പ്രവൃത്തി ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ അനുയായികളെ പഠിപ്പിച്ചു കൊടുക്കുകയും അനുയായികളും ഇതേ രീതി പിന്തുടർന്നു വരികയും ഇന്നും ആ ഒരു സ്വഭാവം മുസ്ലിങ്ങളിൽ നിലനിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാമയനുമായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അതാണ് എൻ്റെ വചനം അവൻ്റെ നാവുമേലാക്കും. എൻ്റെ നാമത്തിലല്ലാതെ അവൻ സംസാരിച്ചാൽ, ദൈവത്തിന്റെ നാമത്തിലാണ് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. ഈ പ്രവചനം ഇന്ന് മുസ്ലിമീങ്ങളിൽ കാണാവുന്നതാണ്. അപ്പോൾ എന്ത് തെളിവാണ് യഹൂദന്മാർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പാകെ വെക്കാൻ പറ്റിയത്? ആ തെളിവ് E.A. ജബ്ബാർ എന്നെടുത്ത് മുമ്പോട്ട് വെച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് കേൾക്കാമായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഇല്ലാത്ത പറയുന്നത് E.A. ജബ്ബാർ ആയതുകൊണ്ടാണ്. ത്രിത്വം ഖുർആനിലുണ്ട്, പിന്നെ എന്തിന് ഞങ്ങളെ ത്രിത്വത്തെ എതിർക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തതോടുകൂടി ഈ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ മുഹമ്മദ് തീർത്തും പരാജയപ്പെട്ട് വെള്ളം കുടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുഹമ്മദ് ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ഉഡായിപ്പ് വെച്ചു. ആ ഉഡായിപ്പ് നേരത്തെ മക്കയിലെ മുശരിക്കുകൾ മുഹമ്മദിൻ്റെ മുമ്പിൽ ചെയ്ത പണിയായിരുന്നു മുബാഹല, അതായത് ശാപപ്രാർത്ഥന നടത്തുക എന്നത്. അവിടെ ശാപപ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാനോ അത് സ്വീകരിക്കാനോ തയ്യാറാവാതെ അവരെ ചീത്തയും പറഞ്ഞ് പോകുന്ന മുഹമ്മദ് ആ സാധനം എടുത്തിട്ട് ക്രിസ്ത്യാനികളുടെ നേരെ ഇവിടെ വെക്കുകയാണ്. കാരണം ക്രിസ്ത്യാനികൾക്ക് ശാപപ്രാർത്ഥന അവരുടെ വിശ്വാസത്തിൻ്റെ എതിരായതുകൊണ്ട് അവർ ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മുഹമ്മദ് ഇവിടെ അതെടുത്തിട്ട് അവരുടെ നേരെ വെച്ചു. നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടെ ശാപപ്രാർത്ഥന നടത്താം, എന്നിട്ട് നിങ്ങൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ശരി, നമുക്ക് അള്ളാഹിനോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ മുഹമ്മദ് പറഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു ശാപപ്രാർത്ഥന നടത്തുന്നത് ഞങ്ങളുടെ രീതിയല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളുമായിട്ട് നടന്ന അടുത്ത സംഭവമാണ്. 3 പരാജയമാണ് മുഹമ്മദ് നബിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇതിൽ 2 നമ്മൾ പൊളിച്ചടുക്കി. 3ാമത്തെ പരാജയം എന്ന് ഇദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളുമായിട്ട് നടന്നതാണ്. എന്താണ് ക്രിസ്ത്യാനികളുമായിട്ട് നടന്നത്? ക്രിസ്ത്യാനികൾ പറഞ്ഞു ഖുർആനിൽ ത്രിത്വമുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ ഇത് എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് മുബാഹല നടത്താമെന്ന് പറഞ്ഞു. മുബാഹല നടത്തുന്നത് ഞങ്ങളുടെ മതത്തിന് യോജിച്ചതല്ല എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞത്രേ. എന്നാൽ ആ മുബാഹല നടന്ന സംഭവത്തിന്റെ ആ റിപ്പോർട്ട് എൻ്റെ പക്കലുണ്ട്. അവിടെ നെജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ, അതും ഇവിടെ മക്കയിലുള്ള ക്രിസ്ത്യാനികളെ കുറിച്ചല്ല ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കും മക്കയിൽ കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, അവരുമായിട്ടാണ് ഈ സംവാദം നടത്തിയത്. നെജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുമായിട്ടാണ് ഈ സംവാദം നടക്കുന്നത്. നെജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുമായിട്ട് പിന്നെ ഈ സംവാദം നടന്നു. മുബാഹല നടന്നിട്ടില്ല എന്ന് ഇദ്ദേഹം പറയാം. എന്നാൽ ഇവരുമായിട്ട് മുബാഹല നടന്നു. എന്താണ് മുബാഹല നടന്നത്? അതിന് മുമ്പ് ഇവർ തമ്മിൽ സംവാദം നടക്കുന്നത് എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരോട് ചോദിക്കുകയാണ്, പുത്രന് പിതാവിന്റെ സാദൃശ്യം ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അവർ പറഞ്ഞു അറിയാം. ദൈവത്തിന് നാശം വരികയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? അവർ പറഞ്ഞു അറിയാം. എന്നാൽ യേശുവിന് നാശം സംഭവിച്ച കാര്യവും നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ നെജ്റാനിൽ നിന്ന് 60ഓളം പണ്ഡിതന്മാരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഈ മുബാഹലയ്ക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ സദസ്സിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ മുബാഹലയുടെ റിസൾട്ട് എന്ന് ചോദിക്കുന്നത് ഇവിടെ അഹമ്മദികളുമായിട്ട് നടന്ന സംവാദം. സിയാഉൽ ഹഖിനെ കുറിച്ച് അഹമ്മദിയ മുസ്ലിം പ്രസ്ഥാനത്തിന്റെ 4ാമത്തെ ഖലീഫ, അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണങ്ങൾ ഇപ്പോഴും വീഡിയോ യൂട്യൂബിലൊക്കെ ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്നതാണ്. സിയയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സിയ ആകാശത്ത് ധൂളീകരിക്കപ്പെടും. കാരണം അദ്ദേഹം ഒരുപാട് പ്രവർത്തികൾ മോശമായി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനോട് ചെയ്തു. ആ സിയായുടെ നാമം പോലും അവശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ സംഭവിച്ചത് എന്താണ്?
ഈ സിയാഉൽ ഹഖ് പൊട്ടിത്തെറിച്ചു, ധൂളീകരിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ പോയിന്റ് ധൂളീകരിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നാമങ്ങൾ പോലും അവശേഷിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെത് എന്ന് പറയാൻ ഒന്നും കബറടക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ്. നാമം അവശേഷിക്കാത്ത രീതിയിൽ തന്നെ അദ്ദേഹം ധൂളീകരിക്കപ്പെട്ടു. പക്ഷെ ഈ അഹ്മദിയ പ്രസ്ഥാനത്തിന്റെ വിരോധികളായ ആളുകൾ ഈ കാര്യം ആരോടെങ്കിലും അംഗീകരിച്ചു കൊടുക്കുമോ? സംഭവം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ അഹ്മദിയത്തിന്റെ എതിരാളികൾ ഇത് അംഗീകരിച്ചു കൊടുക്കുമോ? ഇല്ല. എന്നതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടത്തിയ ഈ മുബാഹല, ഇതും ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ എതിരാളികളും ഇത് വകവെച്ച് കൊടുക്കുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ മുബാഹലയുടെ ഫലം എന്ന് പറയുന്നത് പിൽക്കാലത്ത് പല ക്രിസ്തീയ രാജ്യങ്ങൾ പോലും ഇസ്ലാമിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇസ്ലാമിന്റെ വിജയം എന്ന് പറഞ്ഞത്. അവിടെ വിജയം ആർക്കാണ് ഉണ്ടായത്? മുബാഹലയുടെ ഫലമായിക്കൊണ്ട് അവിടെ വിജയിച്ചത് മുസ്ലിമീങ്ങളായിരുന്നോ ക്രിസ്ത്യാനികളായിരുന്നോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും രാജ്യങ്ങളായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ മുബാഹലയുടെ പരാജയം ഇസ്ലാമിന് സംഭവിച്ചെന്നാണോ അതോ വിജയം സംഭവിച്ചെന്നാണോ E.A. ജബ്ബാർ മനസ്സിലാക്കുന്നത്? ഏതായാലും E.A. ജബ്ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ലാത്തത് അടിച്ചുവിടുന്ന ജബ്ബാറാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ലാത്ത കാര്യങ്ങൾ, വെറുതെ ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹം വിളമ്പുക മാത്രമാണ് ചെയ്യുന്നത്.